ഹായ് എവരിവൺ. അപ്പോൾ ഇന്ന് നമ്മളൊരു നോർമൽ സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് നമ്മൾ എടുക്കേണ്ട കുറച്ച് മെഷർമെൻറ്റ്സ് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യം നമ്മൾ ആം റൗണ്ട്, അപ്പോൾ ഇതൊക്കെ ഏത് ഭാഗത്താണ് ഇതെങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്നും കൂടി പറഞ്ഞുതരാം. അപ്പോൾ ഈ ടേംസ് എല്ലാം ഒന്ന് നോക്കി വെക്കുക. അതായത് ആം റൗണ്ട്, ക്യാപ്പ് ഹൈറ്റ്, സ്ലീവ് ലെങ്ത്ത്, അതുപോലെ സ്ലീവ് റൗണ്ട്, ഇത്രയും മെഷർമെൻറ്റ്സ് എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ സ്ലീവ് പാറ്റേൺ കട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ക്യാപ്പ് ഹൈറ്റ് മാത്രം നമ്മൾ ഏതെങ്കിലും ഡ്രസ്സിലാണ് ചൂസ് ചെയ്യുന്നത്. ബാക്കി ഇത്രയും ഈ പറഞ്ഞ കണക്ക് നമുക്ക് എന്ത് ചെയ്യാം, കയ്യിൽ തന്നെ എടുക്കാം. പക്ഷെ ഞാനിവിടെ കൈയല്ല കാണിച്ചിരുന്നത്. അപ്പോൾ ഞാൻ കൈ കാണിക്കുന്നതിന് പകരം ഒരു ഡ്രസ്സിൻ്റെ കൈയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ മെഷർ ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഡ്രസ്സിൽ ഒരിക്കലും പോയി മെഷർ ചെയ്യരുത്. നിങ്ങൾ മെഷർ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ മെഷർ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ദാണ്ട് ഈ ഒരു ടോപ്പാണ് എടുക്കുന്നത്. ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ടോപ്പാണ്. റെഡിമെയ്ഡ് ഡ്രസ്സിനകത്തൊന്നും അളവുകൾ എടുക്കാതിരിക്കുക. അല്ലെങ്കിൽ തന്നെ ഞാനീ പറഞ്ഞ, അതായത് ക്യാപ്പ് ഹൈറ്റ് ഒഴികെ ബാക്കിയെല്ലാം നമ്മളുടെ കയ്യിൽ തന്നെ, നമ്മളാണ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ ഇട്ട് ചെയ്യുക. അല്ലാതെ ഞാനിപ്പോൾ ഡ്രസ്സ് കാണിച്ചു തരുന്നത് എനിക്ക് വീഡിയോ എടുക്കാനും കയ്യിൽ അളവെടുക്കാനും ഉള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ്. അപ്പോൾ ഇത് നല്ല വശമാണ് ഞാൻ എടുത്തേക്കുന്നത്. നല്ല വശത്തിൽ ഇതാ ഇവിടെ നിന്നാണ്, അതായത് നമ്മുടെ കയ്യിൽ നോക്കുക, കയ്യിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ എടുക്കുക. അപ്പോൾ ഇത് ഡ്രസ്സിലല്ല എടുക്കേണ്ടത്, കയ്യിലാണ് എടുക്കേണ്ടത്. അപ്പോൾ കയ്യിൽ ഇങ്ങനെ വെച്ച് എന്ത് ചെയ്യുക, ആം റൗണ്ട് നോക്കുക. അപ്പോൾ ഈ ഇഞ്ചസിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഈ ഇഞ്ചസിലാണ്, ഈ വലിയ അളവാണ് എടുക്കേണ്ടത്. ഇപ്പുറത്ത് സെൻറ്റിമീറ്റേഴ്സാണ്, സെൻറ്റിമീറ്റേഴ്സിലല്ല ഞാൻ പറഞ്ഞത്, ഇഞ്ചസിലാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത്ര എനിക്കിവിടെ വരുന്ന യഥാർത്ഥ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ ഞാൻ ആ 16 ഇവിടെ മാർക്ക് ചെയ്യാണ്. ആം റൗണ്ട് 16 ഇഞ്ച്. നെക്സ്റ്റ് അടുത്തത് നമ്മുടെ കയ്യിൽ തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കൈ എടുക്കുമ്പോൾ തോളിൽ നിന്ന് താഴേക്ക് നമുക്ക് എവിടെ വരാണോ, നമുക്ക് ഫുൾ ലെങ്ത്താണ് വേണ്ടുന്നതെങ്കിൽ അത്ര എടുക്കാമല്ല, നമുക്ക് എവിടെ വരാണോ വേണ്ടുന്നത് അത്രയുള്ള ഒരു ഹൈറ്റ്, അതായത് അതിൻ്റെ ലെങ്ത് ഒന്ന് നോക്കുക. തോളിൽ നിന്ന് എടുക്കുക. നമ്മൾ തയ്യൽ തുമ്പൊക്കെ പിന്നെ എക്സ്ട്രാ അത് വിട്ട് പൊയ്ക്കോളും. അപ്പോൾ അതുകൊണ്ട് തയ്യൽ തുമ്പൊന്നും ഇപ്പോഴും നോക്കണ്ട, ജസ്റ്റ് തോളിൽ നിന്ന് എടുത്ത് മെഷർമെൻറ്റ് ചെയ്യുക. 5.5 ഇഞ്ചാണ് എനിക്ക് കൈ വേണ്ടുന്നത്, അത് മാർക്ക് ചെയ്തു. നെക്സ്റ്റ് സ്ലീവ് റൗണ്ടാണ്. സ്ലീവ് റൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ 5.5 ഇഞ്ച് എടുത്തില്ലേ, 5.5 ഇഞ്ച് ഇപ്പോൾ മെഷർ ചെയ്ത് ഇവിടെയാണ്, 5.5 ഇഞ്ച് എന്ന് പറയുന്നത് മെഷർ ചെയ്ത് ഇവിടെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ റൗണ്ട് നോക്കുക. അതാണ് സ്ലീവ് റൗണ്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ വെച്ചിട്ട് കയ്യിലിങ്ങനെ പുറകോട്ട് വെച്ചിട്ട് നോക്കുക, ചുറ്റി വെച്ച് നോക്കുക. അപ്പോൾ എനിക്ക് സ്ലീവ് റൗണ്ട് 12 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിത്ര നോക്കി. ഇനി ഇവിടെ ഉള്ളൊരു എക്സ്ട്രാ ക്യാപ്പ് ഹൈറ്റേ ഉള്ളൂ. അതിന് നമ്മൾ ഡ്രസ്സ് എടുത്തിട്ട് നോക്കുക. ഇനി ഡ്രസ്സ് നമുക്ക് അളവ് ഡ്രസ്സ് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് മെഷർമെൻറ്റ്, അതായത് ആളുടെ മെഷർമെൻറ്റ് എടുത്തിട്ടാണ് ചെയ്യാൻ തന്നത് എന്നുണ്ടെങ്കിൽ ക്യാപ്പ് ഹൈറ്റ് എല്ലാവർക്കും പൊതുവെ ഒരു 3 ഇഞ്ച് ഇട്ടാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ക്യാപ്പ് ഹൈറ്റ് നമുക്ക് മെഷർ ചെയ്യാൻ ഡ്രസ്സ് അളവായിട്ടുള്ള ഡ്രസ്സ് ഇല്ലെന്നുണ്ടെങ്കിൽ 3 ഇഞ്ച് ഇട്ട് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ മെഷർ ചെയ്യാം. മെഷർ ചെയ്യേണ്ടത് അതിനായിട്ട് നമ്മൾ സ്കെയിലെടുത്ത് അത്രയും നല്ല കാര്യം. അപ്പോൾ അതാണ് ഞാനിവിടെ സ്കെയിലെടുത്തേക്കാണ്. അപ്പോൾ അതാണ്ട് ഇവിടെ നിവർത്തി നല്ല വൃത്തിയായിട്ടിടുക. എങ്ങനെയാണോ അത് ഇളക്കുന്നത് നല്ലപോലെ നിവർത്തിയിടുക. അപ്പോൾ ഞാനിതിവിടെ അളവെടുക്കുന്നതിൻ്റെ സ്വന്തം അളവെടുക്കുന്നതുകൊണ്ടാണ് ഈ ടൈപ്പ് ഡ്രസ്സ് എടുത്ത് വരിക. അതിൽ അളവെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉള്ള തുണി, അതായത് ഈ ഒഴുക്കൻ മറ്റിലുള്ള തുണിയൊന്നും അളവെടുക്കാനായിട്ട് എടുക്കരുത്. അപ്പോൾ ഇത് നോക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റിൽ വെക്കുക, ഈ സ്കെയിൽ സ്ട്രെയിറ്റായിട്ട് ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇതൊരു കപ്പ് ഉള്ളൊരു ഡ്രസ്സാണ്. അതിന് ഇത്രയും കപ്പൊന്നും ഞാനിപ്പോൾ എടുക്കുന്ന ഡ്രസ്സിന് എടുക്കുന്നില്ല. പകരം നമുക്ക് കണ്ടതാണ് ഇവിടെ ഈ സ്കെയിൽ വെച്ചിട്ട് ഈ സ്കെയിലിൻ്റെ അടുത്തുനിന്ന്, അല്ലെങ്കിൽ ദണ്ടായി മേളിൽ നിന്ന് ഈ തോളിൽ നിന്ന് ഈ സ്കെയിൽ വരെ ഒന്ന് നോക്കാം. അപ്പോൾ ഇതൊരു കുറച്ചൊരു ഇങ്ങനെ കപ്പുള്ളത്, അതായത് ഈ സ്ലീവിന് ഇതായി ഇവിടെ ഒരു പൊങ്ങ് ഉണ്ട്. അപ്പോൾ അത് ഉള്ളൊരു ഡ്രസ്സ് ആയതുകൊണ്ട് ഇവിടെ ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ അത്രയൊന്നും വേണ്ട. അപ്പോൾ ഇവിടെ ഒരു 5 ആണ്, അത് 4 ആണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ കപ്പും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ 3.5 എടുക്കും. അപ്പോൾ അതാണ് നമ്മുടെ ക്യാപ്പ് ഹൈറ്റ്. അതൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ എനിക്കിവിടെ കിട്ടിയേക്കുന്നത് ഞാൻ 3.5 എടുക്കുകയാണ്. അപ്പോൾ ഈ ചാർട്ടിലാണ് നമ്മൾ വെട്ടാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് മടക്കിയിടുന്നില്ല. അപ്പോൾ അത് നിങ്ങൾ മടക്കിയിട്ട് വെട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ മടക്കിയിടുക. എന്നിട്ട് ഈ ഓപ്പൺ സൈഡിലുള്ള കാര്യമാണ് ഈ ഭാഗത്ത് വരുന്നത്. വലത്തെ സൈഡിലായിരിക്കും ഓപ്പൺ. അപ്പോൾ ആ രീതിക്കാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ എപ്പോഴായാലും പേപ്പറിൽ വെട്ടിയിട്ട് തുണിയിൽ വെട്ടാവുള്ളൂ. ഇവിടെ സ്ലീവ് ലെങ്ത്ത് എന്ന് പറയുന്നത് എനിക്ക് 5.5 ആണ്. അപ്പോൾ അതിനകത്ത് തയ്യൽ തുമ്പ് ഇട്ടിട്ട് 6 ഹൈറ്റായിട്ട് എടുക്കാം. അപ്പോൾ സ്ലീവ് ലെങ്ത്ത് 6 എന്നുള്ളതെടുത്തു. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ആ തയ്യൽ തുമ്പിൻ്റെ അര ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്.
ഇതിന് സ്ട്രൈറ്റ് ആയിട്ടങ്ങ് വരയ്ക്കാം. നീട്ടി വരയ്ക്കുകയാണ്. നമ്മളുടെ ക്യാപ്പ് ഹൈറ്റ്, അതായത് ഇത് മടക്ക് വരുന്ന ഭാഗം, ഇത് ഓപ്പൺ വരുന്ന ഭാഗം, ആ രീതിയിലാണ്. അപ്പോൾ ക്യാപ്പ് ഹൈറ്റ് എന്ത് ചെയ്യാം, ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് 3.5 ഇഞ്ചാണ് ക്യാപ്പ് ഹൈറ്റ്. അത് ഞാനിവിടെ മാർക്ക് ചെയ്തു. അതും സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വരയ്ക്കാം. അപ്പോൾ ഇവിടെ ഒരു സ്ട്രൈറ്റ് ലൈൻ ഇടാം. ഇനി ചെയ്യേണ്ടത് ആം റൗണ്ട്, അതായത് കൈക്കുഴി, അത് 16 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 8 ഇഞ്ച്. അത് ഞാൻ ഈ മേളിൽ നിന്ന് ചരിച്ച് ഈ വരച്ച, അതായത് ക്യാപ്പ് ഹൈറ്റിൻ്റെ ആ സ്ട്രൈറ്റ് ലൈൻ വരച്ചെടുത്തോട്ട് മാർക്ക് ചെയ്യാം. അവിടെ ഒരു സ്ട്രൈറ്റ് ലൈൻ കൊടുക്കണം, കാരണം അതിൻ്റെ ഹാഫൊക്കെ നമുക്ക് എടുക്കണം. അപ്പോൾ ഇവിടെ നിന്ന് വരാം, ഒന്ന് മാർക്ക് ചെയ്യാം. ശേഷം നമുക്കിതിൻ്റെ ഹാഫ്, അതായത് 8, ഇവിടെ 8 ഇഞ്ച് എടുത്തോണ്ട് 4. ഇനി അല്ല നമുക്ക് ഈ അരയും കാലും ഒക്കെ വരുമ്പോൾ ഒരു ഹാഫ് എക്സ്ട്രാ വരും എന്നുള്ളൊരു ഉദ്ദേശം കിട്ടത്തില്ല. അപ്പോൾ ചെയ്യേണ്ടത്, ഇപ്പോൾ എനിക്കിവിടെ 8 ആയതുകൊണ്ട് ഞാൻ 8 ദാണ്ട് ഈ ഇതിൻ്റെ അറ്റവും കൂടെ ഒന്നും ഇവിടെ ചേർത്തിട്ട്, അപ്പോൾ ഇങ്ങനെ മടക്കുമ്പോൾ, അതായത് ഇതാണത് ടേപ്പിങ്ങിന് എടുക്കുക. എത്ര ഇഞ്ചാണോ എന്തിൻ്റെയാണോ പകുതി കൊണ്ടെങ്കിൽ അതെടുക്കുക. അതിന് ശേഷം എന്ത് ചെയ്ത് രണ്ടും കൂടി അറ്റം രണ്ടും കൂടി ചേർത്തിട്ട് ഒന്ന് മടക്കി കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അതിൻ്റെ പകുതി. അപ്പോൾ അതെന്ത് ചെയ്യുക, ഇവിടെ ഒന്ന് മെഷർ ചെയ്യാം. അപ്പോൾ കറക്റ്റ് പകുതി കിട്ടും. അപ്പോൾ ആ പകുതിയും കൂടെ ഒന്ന് മാർക്ക് ചെയ്യണം. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ സ്കെയിൽ ഉണ്ടെങ്കിൽ നല്ല കാര്യം, കാരണം അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ വരച്ചാലും ഇങ്ങനെ വളച്ച് വരച്ചാലും മതി. അപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ ഈ സ്കെയിൽ ഉള്ളത് കൊണ്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഈ സ്കെയിൽ വെച്ചിട്ട് ഇതാണ് നമ്മുടെ 8 ഇഞ്ചിൻ്റെത്, ഇത് ആ മേലത്തെ ഭാഗം. അപ്പോൾ ഈ സ്കെയിലൊന്ന് ചരിച്ച് വെച്ച് ഇതൊന്ന് വരയ്ക്കാം. ഇവിടെ കൊണ്ടൊന്ന് മുളയ്ക്കാം. അപ്പോൾ ഇത് ബാക്ക് സൈഡാണ് ഇപ്പോൾ വരച്ചത്. ഇനി നമുക്കിവിടെ ലെങ്ത് കിട്ടിയില്ല, ഇപ്പോൾ 8 ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ചും കൂടെ ഇങ്ങോട്ട് എടുക്കാം. ഒരു 1.5 ഇഞ്ച് ഇങ്ങോട്ട് നീളത്തിൽ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1.5 ഇഞ്ച്. അതുപോലെ നമ്മുടെ സ്ലീവ് റൗണ്ട് 12 ആണ്. അപ്പോൾ അതിൻ്റെ പകുതി 6 താഴെ മാർക്ക് ചെയ്യാം. 6 ദാണ്ട് ഈ വരയിലാണ് മാർക്ക് ചെയ്യുന്നത്. മാർക്ക് ചെയ്യാം, 6 മാർക്ക് ചെയ്തു. ഇനി അതുപോലെ തന്നെ ഈ 6, അതായത് അതിനും തയ്യൽ തുമ്പ് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പിടാം. 1.5 ഇഞ്ച് തയ്യൽ തുമ്പിട്ടു. ഇനി ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. അതിന് സ്കെയിൽ യൂസ് ചെയ്യാം. ഇവിടെ വരുമ്പം ഇവിടെ 8 മാർക്ക് ചെയ്തതും നമ്മളുടെ ഇവിടെ 6 സ്ലീവ് റൗണ്ട് വന്ന് 6 മാർക്ക് ചെയ്തും കൂടെ ചേർത്ത് വരയ്ക്കാം. ഇതാണ് നമ്മുടെ അളവ്, കറക്റ്റ് അളവ്. പിന്നെ തയ്യൽ തുമ്പിൻ്റെ 2 ഭാഗങ്ങളും കൂടി ഒന്ന് ചേർത്ത് വരയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ സംഭവം അതിന് ആവശ്യമില്ല, അത് ഇവിടം വരെ നമ്മൾ എടുക്കും. ഇതുവരെ എടുക്കും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഞാൻ മാർക്ക് ചെയ്യാത്തതെന്ന് വെച്ചാൽ, നമ്മളത് വെട്ടുമ്പോൾ ഇത് മടക്കിയിട്ടേ വെട്ടാവുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റിച്ചിങ് കൃത്യമായിട്ട് വരത്തില്ല. അപ്പോൾ ഇത് ബാക്ക് സൈഡാണ്, ഇപ്പോൾ വരച്ചത് ബാക്ക് സൈഡാണ്. ഫ്രണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പകുതി മാർക്ക് ചെയ്യാൻ പറഞ്ഞത്. അതിനായിട്ട് നമുക്കിതിനെ ഇങ്ങനെ കൊണ്ടുവന്ന് ആ പകുതിയിലോട്ട് ചേരുന്ന രീതിയിലൊന്ന് വരച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചേർക്കാം. ഇങ്ങനെ കുഴിച്ച് വരയ്ക്കും. ഇതാണ് ഫ്രണ്ട് പാർട്ട്. അപ്പോൾ ഇത് ഫ്രണ്ടും നേരത്തെ വരച്ചത് ബാക്ക് പാർട്ടുമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ബാക്ക് പാർട്ട് വെട്ടും, അതിന് ശേഷം ഫ്രണ്ട് പാർട്ട് ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ട് ഒന്ന് വളച്ചു വെട്ടും. അപ്പോൾ ഇത്രയും സംഭവമാണ് ചെയ്തത്. അപ്പോൾ അത് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതെല്ലാം തയ്യൽ തുമ്പാണ്. ഇനി നമ്മളിത് വെട്ടുമ്പോൾ ഇതൊന്ന് ഇങ്ങോട്ടൊന്ന് മടക്കുക. ഇതിൽ 1/2 ഇഞ്ചിൻ്റെ അടുത്ത് വെച്ചിട്ടൊന്ന് മടക്കണം. മടക്കിയതിന് ശേഷം ഞാൻ തുണിക്ക് ഉപയോഗിക്കുന്ന കത്രികയല്ല പേപ്പർ വെട്ടാൻ ഉപയോഗിക്കുന്നത്. ഒരിക്കലും തുണി വെട്ടുന്ന കത്രിക എടുത്ത് പേപ്പർ വെട്ടാനായിട്ട് നോക്കരുത്, അതിൻ്റെ മൂർച്ച പോകത്തതേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഇവിടെ മടക്കി വെച്ചതുകൊണ്ട് ഇവിടെ അത് വെച്ചിട്ടൊന്ന് വെട്ടാം. അതാണ്ട് ബാക്ക് സൈഡ് വെട്ടിക്കഴിയുമ്പോൾ താഴ്ഭാഗം തങ്ങിയിരിക്കും. അപ്പോൾ മടക്കി അടിക്കുമ്പോൾ ആ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് മടക്കി അടിക്കുമ്പോൾ ഇത് കറക്റ്റ് ലെവലിൽ തന്നെ ഇങ്ങനെ ഇരുന്നോളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെട്ടുന്നത്. ഇനി ഇത് ചെയ്യാം, തുണിയിൽ വെട്ടാം. അപ്പോൾ അതാണ് ഞാനിവിടെ തുണി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി തുണിയിൽ വെട്ടാം. അതുകൊണ്ട് ഇതാണ് നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന പീസ്.
അപ്പോൾ ഇവിടെ ചെയ്യേണ്ടപ്പോൾ 2 തുണിയുണ്ട് 2 കൈക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അതിൻ്റെ കൊള്ളാത്ത വശമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല വശവും ഈ തുണിയുടെ നല്ല വശമാണ്. ഇത് ഇപ്പുറത്തെ പീസിൻ്റെ ഇപ്പുറത്തെ കൈയുടെ നല്ല വശമാണ്. ഇത് ഇപ്പോൾ ഇത് നല്ല വശം, ഇത് നല്ല വശം. അപ്പോൾ ഇതിങ്ങനെ ചേർത്ത് വെക്കുക. നല്ല വശം കൂടി ചേർത്ത് വെക്കുക. അതായത് പുറത്ത് നമ്മൾ കാണുമ്പോൾ മോശമായിട്ടുള്ള വശമായിരിക്കും ഈ 2 പുറത്ത്. ഇത് മോശമായിട്ടുള്ള വശം, ഇത് മോശമായിട്ടുള്ള വശം. നമ്മൾ ചേർത്ത് വെക്കുക. ചേർത്ത് നല്ലപോലെ വെച്ച് മടക്കുക. എപ്പോഴും തുണി നല്ലപോലെ തേച്ചിട്ടേ വെട്ടാനായിട്ട് എടുക്കാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ചുളിവുകൾ കാരണം അതിൻ്റെ വെട്ടെല്ലാം മോശമായിപ്പോവും. അപ്പോൾ നല്ലപോലെ മടക്കിയിട്ടുണ്ട്. നോക്കണം 2 തുണി ഒരേ ലെവലിലൊക്കെ തന്നെയാണ് കിടക്കുന്നതെന്നൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഇത് കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. ചെയ്യേണ്ടത് നമ്മുടെ എടുത്തേക്കുന്ന സ്ലീവ് ഫുള്ളായിട്ട് അതിവിടെ വെച്ചൊന്ന് പിൻ ചെയ്യാം. അതാണ്ട് ഇതുപോലെ മുട്ട സൂചി ഉണ്ടെങ്കിൽ എത്ര നല്ല കാര്യം. ഇതൊക്കെ തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വേണ്ടുന്ന സാധനങ്ങളാണ്. തുണി വെട്ടുന്നത് ഈ കത്രികയ്ക്കാണ്. ഈ കത്രിക തുണി വെട്ടാനായിട്ട് യൂസ് ചെയ്യുന്ന കത്രിക ഒരിക്കലും പേപ്പർ വെട്ടാനായിട്ട് എടുക്കരുത്. അപ്പോൾ ഈ പേപ്പറിൻ്റെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തുണി കറക്റ്റായിട്ടാണ് കിടക്കുന്നതെന്നൊക്കെ നോക്കുക. എന്നിട്ട് അതാണ് ഞാനിത് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മളെല്ലാം ഫ്രണ്ട് സ്ലീവിൻ്റെത് വെട്ടി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ മുറിച്ച് ഇത് വെച്ചിട്ട് ഇതൊന്ന് നിവർത്തിടാം. ഇതായി ഭാഗം ഇവിടെ വെച്ചുകൊണ്ട് കറക്റ്റ് മിഡിൽ വെച്ചിട്ട് പിൻ ചെയ്ത് നമുക്ക് മുറിക്കാം. ഇത് 2 ഫ്രണ്ട് ഭാഗമാണ്. കുഴിച്ച് മുറിച്ചിട്ടുണ്ട്. ഇതാണ് ഇത് നമ്മുടെ ഫ്രണ്ട്. ഇതാണ് നമുക്ക് ഇട്ടേക്കുന്ന സ്ലീവ്.